നമ്മുടെ അനിൽ മേനോന്റെ മല്ലു സ്പേസായി മാറുകയാണ് ഇനി ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ. അനിൽ മേനോൻ നമുക്ക് അഭിമാനമായി മാറുന്നു. ബഹിരാകാശത്തെ ഗൃഹപ്രവേശനം പൂർത്തിയായിരിക്കുന്നു സുരക്ഷിതമായി. ബഹിരാകാശത്തെത്തുന്ന ആദ്യ മലയാളിയായി ഡോക്ടർ അനിൽ മേനോൻ. ഇനി IS സ്പേസ് സ്റ്റേഷൻ ഒരു മല്ലു സ്പേസാണ്. നമ്മൾ പാതി ഇന്ത്യക്കാരൻ പാതി മലയാളിയായ ഡോക്ടർ അനിൽ മേനോനും മറ്റു 2 റഷ്യൻ ബഹിരാകാശ യാത്രികരും അടക്കം 3 പേരടങ്ങുന്ന സംഘം ഇന്ത്യൻ സമയം പുലർച്ചെ 2 മണിക്ക് ബഹിരാകാശ നിലയത്തിൽ ഡോക്കിംഗ് കഴിഞ്ഞ് പ്രവേശിച്ചു. രാത്രി 11:26 സോയൂസ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയവുമായി ഡോക്ക് ചെയ്തു. കഠിനാധ്വാനത്തിന്റെയും കൂട്ടായ്മയുടെയും വിജയമെന്നാണ് അനിൽ മേനോന്റെ പ്രതികരണം. Just 8 meters now separating Soyuz and Prishal. Center, copy. Perfect alignment reported by the flight controllers in Korolyov as we stand by for contact and capture of the International Space Station. 5 meters. Ожидаем касания. Waiting for contact. To the International Space Station's Prishal module at 12. And there you now see the crew members gathering. Station Moscow on space to ground 1. Pyotr, as soon as you're all ready, please let us know, because we are ready for you. Copy. യെസ്, പ്രിയപ്പെട്ട പ്രേക്ഷകരെ നോക്കൂ, 400 കിലോമീറ്ററോളം ഭൂമിയിൽ നിന്ന് ഉയരത്തിലാണ് ഇപ്പോൾ നമ്മുടെ അനിൽ മേനോൻ. ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലെത്തുന്ന ആദ്യത്തെ മലയാളിയായി മാറിക്കഴിഞ്ഞു. 8 മാസത്തെ ദൗത്യത്തിന് ശേഷം അടുത്ത വർഷം ഏപ്രിലായിരിക്കും സംഘത്തിന്റെ മടക്കം. പ്രിയപ്പെട്ടവരെ, അങ്ങനെ മലയാളിയുടെ ഒറ്റപ്പാലത്തിൻ്റെ ഒക്കെ അഭിമാനം വാനോളം ഉയർത്തി വാനിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് വിണ്ണൈ താണ്ടി നമ്മുടെ അനിൽ. അപ്പോൾ പ്രിയപ്പെട്ടവരെ, വിനീത വേണു ഡെസ്കിൽ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. വിനീത, സുരക്ഷിതമായി അനിലിൻ്റെ ഗൃഹപ്രവേശം നടന്നു. ഇന്നലെ രാത്രി 2 മണിയോടുകൂടിയാണ് 11:26 കൃത്യം 11:27 നമ്മുടെ സോയൂസ് MS-29 ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനുമായിട്ട് ഡോക്ക് ചെയ്തു. എല്ലാം ഭദ്രമാണ്, എല്ലാം കൃത്യമാണ്, നിശ്ചയിച്ചുറപ്പിച്ചതുപോലെ തന്നെ സുരക്ഷിതമായി. ഇനിയിപ്പോൾ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷൻ ഒരു മല്ലു സ്റ്റേഷൻ ആവും അല്ലേ വിനീത? അതെ, ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺ. നമ്മൾ ബഹിരാകാശത്തേക്ക് ഒരു ഒറ്റ പാലം ഇട്ടിരിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ആ ചിരി നോക്കൂ, വളരെ സന്തോഷം തോന്നുന്ന ഒരു കാഴ്ച തന്നെയാണ്. നമ്മൾ വൈകാരികമായാണ് ബഹിരാകാശ യാത്രകളൊക്കെ ഇപ്പോൾ അടുത്തിടെ സുനിത വില്യംസിൻ്റെ അവിടെ കുടുങ്ങിയതിന് ശേഷമുള്ള യാത്രകളെയൊക്കെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ ചരിത്ര നിമിഷവും അങ്ങനെ തന്നെയാണ് മലയാളികൾ ഏറ്റെടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ അനിൽ മേനോൻ്റെ ബഹിരാകാശ യാത്ര വലിയ ചർച്ചയാണ്. ഡോക്ടർ അനു പറഞ്ഞതുപോലെ ഒരു മല്ലു സ്പേസായി മാറിയിരിക്കുന്നു ബഹിരാകാശ നിലയം എന്നത് സന്തോഷകരമായ കാര്യം തന്നെ. ഏതായാലും സോയൂസ് MS-29 പേടകം വിജയകരമായി ബഹിരാകാശത്ത് എത്തിയിരിക്കുകയാണ്. രാത്രി 11:30 തന്നെ ഡോക്കിംഗ് പ്രക്രിയ പൂർത്തിയായിരുന്നു. സാങ്കേതിക പ്രവർത്തനങ്ങളെല്ലാം, സാങ്കേതിക ജോലികൾക്കെല്ലാം ശേഷം 1:30 തന്നെ ബഹിരാകാശ നിലയത്തിൽ പ്രവേശിക്കാനായി. നാസയുടെ ജെസിക്ക മേയറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം അനിൽ മേനോനെയും ഒപ്പമുണ്ടായിരുന്ന 2 പേരെയും ബഹിരാകാശ നിലയത്തിലേക്ക് സ്വാഗതം ചെയ്തു. അവർ ഭൂമിയിലേക്ക്, നാസയിലേക്ക് ശാസ്ത്രജ്ഞരുമായി സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും എല്ലാം ഇപ്പോൾ ശുഭകരമായി തന്നെ പൂർത്തിയായിരിക്കുന്നു. രാകേഷ് ശർമ്മയ്ക്കും ശുഭാംശു ശുക്ലയ്ക്കും ശേഷം ബഹിരാകാശ യാത്ര നടത്തുന്ന 3ാമത്തെ ഇന്ത്യക്കാരനും ഒപ്പം മലയാളി വേരുകളുള്ള ആദ്യത്തെ ആളുമായി മാറുകയാണ് അനിൽ മേനോൻ. രാകേഷ് ശർമ്മ 7 ദിവസവും ശുഭാംശു ശുക്ല 20 ദിവസവുമാണ് ബഹിരാകാശത്ത് ചെലവഴിച്ചതെങ്കിൽ 240 ദിവസം, ഏതാണ്ട് 8 മാസത്തോളം അനിൽ മേനോൻ പര്യവേഷണവുമായി ബഹിരാകാശത്ത് തുടരും. ഏപ്രിലാണ് ഇനി തിരിച്ചു വരിക എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. റഷ്യക്കാരായ കമാൻഡർ ഓദ്യ ദുബ്രോവും ഫ്ലൈറ്റ് എഞ്ചിനീയർ അന്ന കിക്കീനയും അനിൽ മേനോനൊപ്പം അവിടെ തുടരുകയും ചെയ്യും. ഏതായാലും എല്ലാം ശുഭകരമായി തന്നെ തുടരുന്നു എന്നതാണ് നാസ ഇപ്പോൾ അറിയിക്കുന്നത്. ഇതിൽ നിർണായകമായ പരിശീലനങ്ങൾ അല്ലെങ്കിൽ പരീക്ഷണങ്ങളാണ് നടത്താൻ പോകുന്നത്. ഒപ്പം ബഹിരാകാശത്ത് മനുഷ്യൻ്റെ രക്തചംക്രമണം ഉൾപ്പെടെ തുടർ യാത്രകൾക്ക് ചന്ദ്രനിലേക്കും ഒപ്പം ചൊവ്വയിലേക്കുമുള്ള പര്യവേഷണങ്ങൾക്ക് ഗുണകരമാകുന്ന രീതിയിലുള്ള നിരവധി പരീക്ഷണങ്ങൾ അതിനിർണായകമായ ഘട്ടങ്ങളിലൂടെയായിരിക്കും ന്യൂറോ സർജനും മെഡിക്കൽ ഡോക്ടറുമായ അനിൽ മേനോന്റെ യാത്രകൾ. ഡോക്ടർ ഓരോ അപ്ഡേറ്റുകൾക്കുമായി കാത്തിരിക്കാം. പരിപ്പ് കറിയാണോ ഹലുവയാണോ എന്താണ് കൊണ്ടുപോയത് എന്നുള്ള അപ്ഡേറ്റുകൾ അതിനുവേണ്ടി കൂടി കാത്തിരിക്കുകയാണ്. മൈക്രോഗ്രാവിറ്റിയിൽ എങ്ങനെയാണ് മനുഷ്യ ശരീരം പ്രതികരിക്കുന്നത്? IV ഫ്ലൂയിഡ് അടക്കം അവിടെ തന്നെ നിർമ്മിക്കാൻ പോകുന്നുണ്ട്. മൈക്രോ ചിപ്പിന്റെ നിർമ്മാണം അവിടെ വെച്ച് തന്നെ നടത്താൻ പറ്റുമോ? ഒരേ സമയം എഞ്ചിനീയറും ഒരേ സമയം ഡോക്ടറുമാണ്. സ്റ്റാൻഫോർഡ് സർവകലാശാലയിൽ നിന്നാണ് അദ്ദേഹം മെഡിസിൻ, എമർജൻസി മെഡിസിനാണ് അദ്ദേഹത്തിൻ്റെത്. പിന്നീട് അദ്ദേഹം ഈ ബിരുദാനന്ദ ബിരുദം നേടിയത് എഞ്ചിനീയറിംഗിലുമാണ്.
അപ്പോൾ എയ്റോസ്പേസ് മെഡിസിൻ എന്നതിലാണ് അദ്ദേഹത്തിൻ്റെ യോഗ്യത എന്നുള്ളത്. നമ്മുടെ പുതിയ കുട്ടികൾക്കൊക്കെ അനിൽ മേനോൻ്റെ ജീവിതം ഒരു പ്രചോദനമാക്കാവുന്നതാണ്. അദ്ദേഹം അഫ്ഗാനിസ്ഥാനിൽ നടന്ന ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് ഫ്രീഡം എന്ന അമേരിക്കയുടെ മിലിറ്ററി ഓപ്പറേഷനിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. നേപ്പാളിൽ നടന്ന അന്നത്തെ വലിയ മണ്ണിടിച്ചിലിലും പ്രളയത്തിലുമൊക്കെ അദ്ദേഹം അന്ന് ഹിമാലയം ബേസ് ക്യാമ്പിലെത്തി അവിടെയുള്ള പർവ്വതാരോഹകരെയൊക്കെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെ ഒട്ടേറെ പ്രത്യേകതകളുള്ള ഒരു കക്ഷിയാണ് നമ്മുടെ അനിൽ മേനോൻ. നാസയിൽ തിരഞ്ഞെടുക്കപ്പെട്ടത് 2021 അതിനു മുമ്പ് സ്പേസ് എക്സിൻ്റെ ഭാഗമായിരുന്നു. വിദേശത്തേക്ക് പോകുന്ന വിനോദസഞ്ചാരികളുടെ ബഹിരാകാശ സഞ്ചാരികളുടെയൊക്കെ ആരോഗ്യനില പരിശോധിക്കുന്നതൊക്കെ നമ്മുടെ അനിൽ മേനോനായിരുന്നു. അപ്പോൾ ഒരുപാട് പരീക്ഷണങ്ങളൊക്കെ നടത്തി അനിൽ മേനോൻ വളരെ വേഗമൊന്നും വേണ്ട, ഏപ്രിൽ മാസം തിരിച്ചു വന്നാൽ മതി, കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിന് ശേഷം തിരിച്ചു വരിക. ഏറെ സന്തോഷമുള്ളൊരു കാര്യം. ഒറ്റപ്പാലംകാരനായ ശങ്കരമേനോൻ്റെയും പിന്നെ യുക്രൈൻകാരിയായ എലിസബത്തിൻ്റെയും മകനാണ്, പാതി മലയാളി കൂടിയായ നമ്മുടെ ഡോക്ടർ അനിൽ മേനോൻ. ഏറെ സന്തോഷമുള്ള കാര്യം. ഏറെ കുഞ്ഞുങ്ങൾക്ക് വളരെ പ്രചോദനമാണ് ഇത്തരം കഥകളൊക്കെ. ഈ അനിൽ മേനോൻ്റെ ഭാര്യ അന്നയും ഒരു ബഹിരാകാശ സഞ്ചാരിയാണ് കേട്ടോ. പൊളാരിസിൽ അവർ നേരത്തെ തന്നെ ബഹിരാകാശത്തേക്ക് പോയി തിരിച്ചു വന്നിട്ടുണ്ട്. അനിൽ മേനോൻ ഇപ്പോഴാണ് പോകുന്നത്. പക്ഷേ ഈ യാത്ര ഏറെ ദൈർഘ്യമുള്ള യാത്രയാണ് എന്നതാണ് ഏറെ കൗതുകകരം. അപ്പോൾ 2 തവണ അനിൽ മേനോൻ ഇന്നലെ ഭൂമിയെ കണ്ടു. 2 തവണ ഭൂമിയെ വലം വെച്ചാണ് 400 കിലോമീറ്ററോളം ഉയരത്തിലേക്ക് അനിൽ മേനോനും സംഘവും എത്തിയിരിക്കുന്നത്. അപ്പോൾ എന്തായാലും സംഘാംഗങ്ങൾക്ക് അഭിവാദ്യങ്ങൾ. 7 പേര് അവിടെയുണ്ട്. ഇതിനകം തന്നെ സ്പേസ് സ്റ്റേഷനിൽ 7 പേരുണ്ട്. ഇവർ 3 പേരും കൂടി ചെല്ലുമ്പോൾ 7 3 10 പേര് ഇപ്പോൾ ഇൻ്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലുണ്ട്.